ബോംബെയില് UP-യിൽ ഇവിടെ എന്തായി സെന്റ് 4 സ്ക്വയർ ഫീറ്റ്. ബോംബെയിൽ മെട്രോ സിറ്റിയിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമിക്ക് 3 ലക്ഷം രൂപ, അതായത് ഒരു സെന്റിന് 36 കോടി രൂപ. ദുബായിലെ കഥ അതൊക്കെ തന്നെ അല്ലേ, ഇത്ര ഇല്ലെങ്കിലും അല്ലേ? അപ്പൊ എന്ത് പറ്റി? കേരളത്തിൽ ഇപ്പൊ 5 സെന്റ് ഭൂമി വാങ്ങിയിട്ടാൽ 10 കൊല്ലം കഴിഞ്ഞ് എന്ത് പറ്റും? ഏറ്റവും ചുരുങ്ങിയത് 2 കോടിക്ക് വിൽക്കാൻ പറ്റും ഇതടക്കം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇറക്കിയ പൈസക്ക് ഞാൻ എക്സാമ്പിൾ പറയാറ്, കോട്ടയം ഒറ്റ ദിവസം വാടകയ്ക്ക് പോയില്ല. ഓക്കെ, ചന്ദ്രവരുത് ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്തുണ്ട് അവിടെ? ഭൂമി നമ്മുടെ പേരിലുണ്ട് അല്ലെ? ഇപ്പൊ സാധാരണ പറയാറുണ്ട്, ആരാണ് ഭൂമിയുടെ അവകാശികൾ? ആരാ? ഒരു 5 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തം പേരില്ലാത്ത അല്ലെ, പേരിലുള്ളവനാരോ അവനാണ് ഭൂമിയുടെ അവകാശി. അപ്പൊ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം, ഇതിലേത് വേണം അല്ലെ? ഇതിലേത് വേണം? നിങ്ങൾക്ക് ആ 5 സെന്റ് ഭൂമി, ഈ റിസോർട്ടും 16 ചന്ദനമരങ്ങളും മുതലാളിയായിട്ട് 85 ലക്ഷം മുതലാളിയാകണോ, ഓണർ ആകണോ? ഓപ്ഷൻ 2, 1 ലക്ഷമോ അതിന് ഗുണിതങ്ങളോ കൊടുത്തിട്ട് എന്താവാം? ഇതിന്റെ പാർട്ട്ണർ ആകാം. 3, 15,000 EMI കൊടുത്ത് അല്ലെ? എക്സാമ്പിൾ, എല്ലാവരും ആഗ്രഹം 5 സെന്റ് ഭൂമി സ്വന്തമാക്കാന്നുള്ളത് അല്ലെ? പേര് പോണേ, സ്വന്തം പേരിൽ ഭൂമി ഉണ്ട്, സ്വന്തമായിട്ടുണ്ട്. അച്ഛന്റെ പേരിലാണോ? അതെ. അപ്പൊ നമ്മുടെ പേരിൽ 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു 15,000 മാറ്റി വെക്കാം. ഓക്കെ, 10 കൊല്ലം എന്തായി? അടയ്ക്കുന്ന തുക 15 ലക്ഷം രൂപ. പക്ഷെ 10 കൊല്ലം അവിടെ എന്തുണ്ട്? 20 സാൻഡലിലൂടെ പണം കായ്ക്കുന്ന മരങ്ങളുണ്ട്. അത് കുറിച്ച് വിൽക്കുന്നത് എത്ര കിട്ടി? 3 കോടി മുതൽ 5 കോടി രൂപ. എത്ര മുടക്കി? 15 ലക്ഷം. എപ്പോഴച്ചാൽ മതി? മാസം 15,000 ലക്ഷം. അങ്ങനെ വേണമെങ്കിലും സമ്പന്നനാകാം. ക്ലിയർ ആയോ?